ഡോക്ടറെ, എന്താടാ? ഒരു കാര്യമുണ്ട്, പക്ഷെ സീക്രട്ടാ. പറ. എനിക്കൊരു ബേബിയും കൂടെ വേണമെന്നുണ്ടായിരുന്നേ. ഓക്കെ. പക്ഷെ ഈ പെയിനിന്റെ കാര്യം ഓർത്ത് കഴിയുമ്പോ എന്റെ ഡോക്ടറെ ഉള്ളത് മതിയും തോന്നും. അതിപ്പോ എന്താ, നമുക്കിവിടെ പെയിൻലെസ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ. ആ കുറച്ചുകൂടി ഡൗട്ട് ഉണ്ടല്ലേ? വാ. ഡോക്ടർ, ഞാൻ ഈ പെയിൻലെസ് ഡെലിവറി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഈ നട്ടെല്ലിനെ കുത്തുന്നതുകൊണ്ട് നടുവേദന. ഇവിടെ പെയിൻലെസ് ഡെലിവറിക്ക് എപ്പിഡ്യൂറൽ അനാൽജസിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും നട്ടലിനല്ല കുത്തുന്നത്, നട്ടലിന്റെ ഇടയിലുള്ള സ്പേസിലാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ നടുവേദനയോ? നോർമലി പ്രഗ്നന്റ് ലേഡീസിന് പ്രസവാനന്തരം നടുവേദന വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം പ്രസവ സമയത്ത് മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആവും, പിന്നെ ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ട് കുറെ കൂടുതൽ എക്സേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നടുവേദനയ്ക്ക് ചാൻസ് ഉണ്ട്. അല്ലാതെ എപ്പിഡ്യൂറൽ അനാൽജസി എടുത്തത് കൊണ്ട് ആർക്കും നടുവേദന വരുന്നില്ല കേട്ടോ. ഇത് എടുത്തത് കൊണ്ടപ്പം സിസേറിയന് ചാൻസ് കൂടുതലുണ്ടോ? ഇല്ലടോ, ഒരിക്കലും ഇല്ല. നമുക്ക് ഇത് എടുത്തത് കൊണ്ട് ഒരിക്കലും സിസേറിയൻ ആവില്ല. പക്ഷെ സിസേറിയൻ വേറെ കാരണത്താൽ വേണ്ടി വരുവാണെങ്കിൽ നമുക്കിത് തന്നെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സിസേറിയൻ ചെയ്യാം. വേറെ അനസ്തീഷ്യയുടെ ആവശ്യമില്ല. എന്നാ പിന്നെ ഒരു കൊച്ചിനെ കൂടെ നോക്കാം അല്ലേ? ഞാൻ ധൈര്യമായി നോക്കടോ. അപ്പൊ ഓക്കെ.